ഇന്നത്തെ എൻ്റെ മോർണിംഗ് നല്ല സന്തോഷമുള്ളൊരു മോർണിംഗ് ആയിരുന്നേ. കാരണം ഈ ഫോഗ് തന്നെയാണ്. എനിക്ക് ഇങ്ങനെ ഫോഗ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറേ നേരം പുറത്തിറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കും. ചില ദിവസങ്ങളിൽ മാത്രമേ ഇത്രയും ഫോഗ് ഉണ്ടാകാറുള്ളൂ. അപ്പം ഞാനൊന്ന് റോട്ടിലേക്ക് ഇറങ്ങി നോക്കിയതാണ്. അപ്പം നന്നായിട്ട് ഫോഗ് ഉണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ ഒന്ന് പുറത്ത് വണ്ടി എടുത്ത് ഇറങ്ങാറുണ്ട്. പക്ഷേ ഇന്ന് ഇക്കാക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല. ഇനി അതും നോക്കി നിന്നാൽ ഇക്കാക്ക് പോകാനുള്ള ടൈം പിന്നെയും വഴുകും. അതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കിവിടെ വന്നതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം എന്ന് പറയുന്നത് ഈ തണുപ്പ് സമയമാണ്. ചൂട് കാലാവസ്ഥയിലാണെങ്കിൽ ഈ സമയത്ത് പോലും ഭയങ്കര ചൂടായിരിക്കും. ചൂട് കാറ്റ് മുഖത്തേക്ക് അടിച്ചിട്ട് ഇറങ്ങാൻ തന്നെ തോന്നാറില്ല. പക്ഷെ ഈ സമയം കഴിഞ്ഞു പോകല്ലേ എന്നാണ് ഞാൻ ദുആ ചെയ്യാറ്. മനസ്സിനും ശരീരത്തിനും ഒരു പ്രത്യേക ഒരു എനർജി തോന്നാറുണ്ട്. ഇന്നലെ രാത്രി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത് അലക്കാൻ വേണ്ടി കൊണ്ട് ഇട്ടതാണ്. അപ്പോഴേക്കും മിക്ക പാലിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇക്കാക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ മുട്ടയും ബ്രെഡും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നലെ പഞ്ചസാരയുടെ ബോട്ടിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിയുന്ന ബോട്ടിലുകൾ അപ്പോൾ കഴുകിയെടുക്കാറാണ്. അല്ലാതെ എല്ലാ സാധനങ്ങളും ഒഴിവാക്കിയിട്ട് ഒരുമിച്ചിട്ട് കഴുകുന്ന അങ്ങനെ ഒരു പരിപാടി എനിക്കില്ല. കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് അവർ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ളത് അവർക്ക് ഉണ്ടാക്കണം. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൂടി റെഡിയാക്കി എടുക്കട്ടെ. എനിക്കിപ്പോൾ ഉണ്ടാക്കുന്നില്ല, ഇക്കാക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനും എളുപ്പമാണ്, എന്നാൽ ഹെവിയുമാണ്. ഒരുപാട് നേരത്തേക്ക് വിശക്കില്ലല്ലോ. ഇതിലേക്ക് ഞാൻ ഒരു സവോളൻ്റെ ചെറിയ പീസും പിന്നെ പച്ചമുളകാണ് ഇടേണ്ടത്. പക്ഷെ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് ബട്ടറിലാണ്. ബട്ടറിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. എനിക്കറിയാം എൻ്റെ വീഡിയോ മറ്റുള്ള വീഡിയോ പോലെ അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. ഞാൻ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കാം. നിങ്ങൾ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള പെട്ടെന്നുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഒരുപാട് നേരം കിച്ചണിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഈ ബ്രെഡൊന്നും എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു. സ്കൂൾ പൂട്ടായത് കൊണ്ടാണ് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നത്. ഇല്ലെങ്കിൽ മോളെ വിടുന്ന ഒരു തിരക്ക് കൊണ്ട് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാറൊന്നുമില്ല. ഞാൻ നല്ല ചൂടിലാണ് ചായ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചായ പെട്ടെന്നൊന്നും കുടിച്ച് തീർക്കാൻ പറ്റില്ല. ഞാൻ രണ്ടാമത് ചായ ചൂടാക്കിയിട്ടാണ് എടുത്തത്. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാണ് ഫോഗൊക്കെ എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നറിയാനായിട്ട്. അപ്പോഴേക്കും ഫോഗൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. ഈ ഫോഗ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടാകും, എന്നാൽ എനിക്കത് ഭയങ്കര സങ്കടമാണ്. ഇന്നലെ ഞാൻ രാത്രി തുണി കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. കൂടുതൽ നനഞ്ഞിട്ടൊന്നുമല്ലാതെ ഉണങ്ങിയിട്ടില്ല. ഇത് ഇന്നലെ ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയതാണ്. നല്ല ക്യൂട്ടായിട്ട് തോന്നി, അതുകൊണ്ടാണ് വാങ്ങിയത്. ഇതുകൊണ്ടുള്ള യൂസ് എന്താണ് എന്നുള്ളത് ഇനി കണ്ടുപിടിക്കണം. എന്നാലും ഇത് നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. രണ്ട് മനസ്സിലാണ് ഞാനിത് വാങ്ങിയത്. വാങ്ങണം എന്നുണ്ടായിരുന്നു, വാങ്ങണ്ട എന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാമല്ലോ. പിന്നെ ഞാൻ ഈ ഒരു പോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിന് 10.95 ദിറംസാണ് വില വന്നത്. ഇതിൽ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് അടുപ്പിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഇതെങ്ങനെയാണെന്ന് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് വാങ്ങിയതാണ്, ഈ ബ്ലാക്ക്. അത് ഞാൻ ഗ്യാസിൽ യൂസ് ചെയ്യാറുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ലതാണ്. അതുപോലെ തന്നെ ഒന്നാണ് ഇപ്പോഴും വാങ്ങിയിരിക്കുന്നത്. ബ്ലാക്ക് എത്ര ദിറംസിനാണ് വാങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.